നമുക്ക് സേതുവിന്റെ പല്ലുവീട് നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ. അതിനു മുമ്പായി ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത്. നമുക്ക് നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ. അങ്ങനെ നാളത്തെ വിശേഷത്തില് ഋതു സർവ്വതം തകർന്ന മട്ടിലാണ് വീട്ടിലേക്ക് വരുന്നത്. കാരണം ഡോക്ടർ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഋതുവിന്റെ മനസ്സിൽ കൂടെ ഇങ്ങനെ മിന്നിമായുമാണ്. അപ്പൊ ഇന്ദന്റെ മനസ്സിൽ ഇപ്പോഴും പല്ലവിയാണ്. തന്നെ ഇത്രയും കാലം അയാൾ പറ്റിച്ചോണ്ടിരിക്കുന്നു. താനൊരു അമ്മയാണെന്നുള്ള കാര്യം പോലും അവൻ മനസ്സിൽ വിചാരിക്കുന്നു പോലുമില്ല. ഒരുപക്ഷെ തന്റെ ജീവൻ വരെ അപകടത്തിലാകാം. അതൊക്കെ ഡോക്ടർ പറഞ്ഞ് അതൊക്കെ ഓർത്ത് വല്ലാതെ ടെൻഷൻ അടിച്ചാണ് പൊന്നുമ്പടത്തിലേക്ക് ഋതു വരുന്നത്. ഈ സമയം സേതുവും പല്ലവിയും കൂടെ ഭയങ്കര സന്തോഷത്തിലാ മുറിയില്. അങ്ങനെ കുറെ സമയം കഴിഞ്ഞപ്പോഴത്തേനും സേതുവിനോട് പല്ലവി പറഞ്ഞു, അതെ എനിക്ക് വിശക്കാൻ തുടങ്ങി. അന്നത്തെ ദിവസം അവിടെ റെസ്റ്റോറൻറ്റിൽ ലീവായിരുന്നു. അപ്പൊ അതുകൊണ്ട് പുറത്തു പോയി ഫുഡും കാര്യങ്ങളൊക്കെ വാങ്ങണമായിരുന്നു. സേതു പറഞ്ഞു, ശരി എന്നാ ഞാൻ പോയി ആഹാരം വാങ്ങിച്ചോണ്ടരാ. എന്താ വേണ്ടെന്ന് ചോദിക്കാം. എനിക്ക് കഴിക്കാനായിട്ട് ഒരു മസാല ദോശ മതി. മസാല ദോശയോ? എന്താ മസാല ദോശ? അതെന്താ മസാല ദോശ കഴിച്ചാല്? അല്ല, എന്തെങ്കിലും വിശേഷം ഉണ്ടോ? അത് ഇത്രയും പെട്ടെന്ന്? വിശേഷം? എന്തു വിശേഷം? അല്ല, സാധാരണഗതിയിലെ ഈ പെണ്ണുങ്ങൾക്ക് ഈ മസാല ദോശ കഴിക്കാൻ തോന്നുന്നത് അത് ഉള്ളപ്പോഴാണല്ലോ. എന്തുള്ളപ്പം? അല്ല, മറ്റേ ഗർഭം. ഒന്നും മിണ്ടാതെ പോയിക്കോ അവിടുന്ന്. അതെ, ഇവിടെ ഗർഭമൊന്നുമില്ല. എനിക്ക് വെറുതെ ഒരു കൊതി തോന്നി മസാല ദോശ കഴിക്കാൻ. ശേ, വെറുതെ കൊതിപ്പിച്ച് മനുഷ്യൻ. ഞാൻ കരുതി ഇനിയിപ്പൊ വിശേഷം ഉണ്ടായിരിക്കുമെന്ന്. അപ്പോഴേക്കും പല്ലവി പറഞ്ഞു, ഒന്ന് പോ സേതു ഏട്ടാന്ന് പറയണം. സേതു പറഞ്ഞു, എങ്കിൽ ശരി, ഞാൻ പോയി മസാല ദോശയൊക്കെ വാങ്ങിക്കൊണ്ട് വരാന്ന് പറയണം. അങ്ങനെ ഇറങ്ങാൻ തുടങ്ങുമ്പോഴത്തേനും സേതുവിനോട് പല്ലവി പറഞ്ഞു, അതെ, സേതുവേട്ടൻ ഇങ്ങോട്ടേക്ക് വന്നിട്ട് അമ്മയെ വിളിക്കോ മറ്റോ ചെയ്തോ? അമ്മയെ ഞാനോ? ഞാൻ വിളിച്ചില്ലല്ലോ. ശേ, ഒന്ന് വിളിക്കേണ്ടതായിരുന്നു പറയണം. കാരണം ലക്ഷ്മി അമ്മയെ വിളിക്കുന്ന കാര്യമാണ് പറയുന്നേ. ഇത് കേട്ടപ്പോ സേതു പറഞ്ഞു, ഞാനിപ്പോ എങ്ങനെയാ വിളിക്കണേ? വിളിച്ചിട്ടുണ്ടെ ശരിയാന്ന് എനിക്ക് തോന്നില്ല. പല്ലവി പറഞ്ഞു, അല്ല, അത് പിന്നെ സേതുവേട്ടനെ എപ്പോഴും വിളിക്കുന്ന കാര്യമല്ല ഞാൻ പറഞ്ഞത്. ഇടയ്ക്ക് എപ്പോഴെങ്കിലും ഒന്ന് വിളിച്ച് വിശേഷമൊക്കെ തിരക്കുന്ന നല്ലതാ. പോരാത്തേന് അവിടുത്തെ പെങ്കൊച്ചിന്റെ കല്യാണമൊക്കെ എന്നാണല്ലേ പറഞ്ഞത്. അത് കേട്ടപ്പോ സേതു പറഞ്ഞു, കല്യാണമാ, എനിക്ക് സമ്മാനം കൊടുക്കണമെന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അങ്ങ് നേരിട്ട് ഇന്ന് കൊടുക്കാൻ പറ്റില്ലല്ലോ. അതിൻ്റെതായ വിഷമമുണ്ട്. അപ്പൊ കല്യാണം മുടങ്ങിയ കാര്യമൊന്നും അറിയുന്നില്ലല്ലോ. ഇനിയിപ്പൊ എന്ത് ചെയ്യുന്നൊരു എനിക്കൊരു ഉണ്ട്, ഒരു ബുദ്ധിമുട്ടുണ്ട്. അത് കേട്ടപ്പോ പല്ലവി പറഞ്ഞു, അത് ശരിയാ, ലക്ഷ്മി അമ്മയെ വിളിച്ച് സമ്മാനം കൊടുത്താലും ഒരു പക്ഷേ എങ്കിൽ ഒരു ചോദ്യം ഉണ്ടായിരിക്കും, ഇതാര് തന്ന, എങ്ങനെ എന്താന്നൊക്കെ ഒരു ചോദ്യം ഉണ്ടായിരിക്കും. പിന്നെ ലക്ഷ്മി അമ്മയെ സംബന്ധിച്ചിടത്തോളം ലക്ഷ്മി അമ്മ ഒരിക്കലും ആഗ്രഹിക്കാത്ത കാര്യമാണ് സേതുവേട്ടന് ഒരു മകനുണ്ടെന്ന് ബാക്കി എല്ലാവരും അറിയുന്നേ. കാരണം ലക്ഷ്മിയമ്മയുടെ ജീവിതം തകർന്നു പോകുന്ന ലക്ഷ്മിയമ്മയ്ക്ക് പേടി കാണുമായിരിക്കും. ആന്താ പല്ലവി അങ്ങനെ പറഞ്ഞേ? അല്ല, അത്ര കരുതലോട് കൂടിയിട്ടല്ലേ ലക്ഷ്മിയമ്മ ജീവിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ലക്ഷ്മിയമ്മയ്ക്ക് ലക്ഷ്മിയമ്മയുടെ ഇപ്പോഴത്തെ കുടുംബം എന്ന് പറഞ്ഞാൽ അത്ര ജീവനാണ്. സംസാരിച്ചതിൽ നിന്ന് തന്നെ നമുക്ക് അതറിയാനായിട്ട് സാധിക്കുന്നുണ്ട്. അത് കേട്ടപ്പോ സേതു പറഞ്ഞു, അതെ, അതെനിക്കും മനസ്സിലായ കാര്യമാണ്. അതുകൊണ്ട് ഞാൻ നോക്കിക്കഴിഞ്ഞപ്പോ വെറുതെ ഒരു പ്രശ്നം ഉണ്ടാക്കണ്ടല്ലോ എന്ന് കരുതിയിട്ടാ ഞാൻ പിന്നെ കൂടുതലായിട്ട് ഒന്ന് അന്വേഷിക്കാൻ പോകാതിരുന്നേന്ന് പറയാ. അത് കേട്ടപ്പം ഒരു നിമിഷം ആലോചിച്ചിട്ട് പല്ലവി പറഞ്ഞു, അത് ഒരു കണക്കിന് ശരി തന്നെയാ. വെറുതെ എന്തിനാ? ഇനിയിപ്പോ കല്യാണമാണെ പോലും, ആ പെങ്കൊച്ചിന്റെ കല്യാണമാണെ പോലും നമ്മൾ കൂടുതലായിട്ട് ഇടപെടാതിരിക്കുന്നതായിരിക്കും നല്ലത്. ഇനിയിപ്പോ ലക്ഷ്മി അമ്മയുടെ ജീവിതത്തിൽ എന്തെങ്കിലും സംഭവിച്ചാലോ എന്നൊക്കെ ഇങ്ങനെ സംസാരിക്കുകയും ചെയ്തു. ഈ സമയം ലക്ഷ്മി അമ്മ അപ്പുറത്തെ മുറിയിലുണ്ട്. ഇതുവരെ രണ്ടുപേരും അറിയുന്നില്ലല്ലോ. കാരണം ലക്ഷ്മി അമ്മയ്ക്ക് സംഭവിക്കേണ്ടതെല്ലാം സംഭവിച്ചെന്ന് പറഞ്ഞാൽ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു. അവരിപ്പം എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാതെ അപ്പുറത്ത് റൂമിലുണ്ടെന്നുള്ള കാര്യം സേതുവിനും പല്ലവിക്കും അറിയത്തില്ല. ഈ സമയം സേതുവിനോട് പല്ലവി പറഞ്ഞു, ഒരു കാര്യം ചെയ്യ്, ഇനി താമസിക്കണ്ട, സേതുവേട്ടൻ പോയി മസാല ദോശ വാങ്ങിച്ചോണ്ട് വരാൻ പറയണ. അങ്ങനെ സേതു അങ്ങോട്ടേക്ക് പോയി. സേതു പോയി കഴിഞ്ഞപ്പോഴത്തേനും പല്ലവി എന്ത് ചെയ്തു, പാറുവിനെയൊക്കെ വിളിക്കുകയാണ്. പാറുവിനെയൊക്കെ വിളിച്ച് വിശേഷങ്ങളൊക്കെ തിരക്കുക. ഈ സമയം ഋതു പൊന്നുമടത്തിലേക്ക് വരുവാണ്. ഋതു തകർന്നാ വരുന്നേ. അങ്ങനെ വന്ന് നേരെ മുറിയിലേക്ക് കയറിപ്പോയി. ചെന്ന് കഴിഞ്ഞപ്പോ തന്നെ ഇന്ദ്രൻ അവിടെ ഇരിക്കുന്ന കണ്ടു. ഇന്ദ്രനെ കണ്ടു കഴിഞ്ഞപ്പോ തന്നെ ഋതുവിന് അടിപൊളി പെരുത്ത് കയറി. ഇവൻ എന്തൊരു ദുഷ്ടനാ! ഇത്രയും കാലം തന്നെ വഞ്ചിക്കുകയോ ചെയ്തേ, തന്റെ മുന്നിൽ അഭിനയിച്ചു, തന്നെ കൈക്കലാക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ നാടകങ്ങളെ കാണിച്ചു കൂട്ടിയത്. ശരിക്കും പറഞ്ഞാൽ അത് തന്നെ വേണാഞ്ഞിട്ടായിരുന്നില്ല. അവൻ ഇവിടെ എങ്ങനെയെങ്കിലും കയറി പറ്റണായിരുന്നു ഈ കുടുംബത്തില്. പല്ലവിയെ കാണായിരുന്നു, അതിനു വേണ്ടി മാത്രമാണ് തന്നെ കയ്യിലെടുത്തത്. അതൊക്കെ അറിയാനായിട്ട് താൻ വളരെ വൈകിപ്പോയി. ശരിക്കും അമ്മയെ സേതുവേണ്ണൊക്കെ പറഞ്ഞ അനുസരിച്ചാൽ മതിയായിരുന്നു. പല്ലവി ആണെങ്കിലും കുറെ തവണ പറഞ്ഞ ഈ ബന്ധം വേണ്ട, പക്ഷെ താനത് അംഗീകരിച്ചില്ല. അതൊക്കെ ഓർത്ത് കഴിഞ്ഞപ്പോ ഋതുവിന് തന്നോട് തന്നെ ഒരു പുച്ഛം തോന്നി. അങ്ങനെ ഋതു അങ്ങനെ വന്ന് നോക്കി നിൽക്കുന്നിടപ്പോ ഇന്ദ്രൻ ചോദിച്ചു, എന്താ നീ എന്താ എന്നെ ഇങ്ങനെ നോക്കണെന്ന് ചോദിക്കുകയാണ്. അപ്പോഴേക്ക് ഋതു പറഞ്ഞു, നോക്കാതിരിക്കാൻ പറ്റില്ലോ എന്ന് പറയണ. എന്താടി നിന്റെ സ്വരത്തിലേക്ക് ഒരു വ്യത്യാസം എന്ന് ചോദിക്കുക. അപ്പോഴേക്കും ഋതുവിന് ആകെപ്പാടെ
വല്ലാത്തൊരു അവസ്ഥയാ. കാരണം ഇന്ദ്രനെ കാണുമ്പോൾ തന്നെ ദേഷ്യം വരുവാണ്. ഒടുവിൽ ഒന്നും രണ്ടും പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കായി. ഋതു പറഞ്ഞ് സത്യം പറ, നിങ്ങൾ എന്തിനാ മെഡിസിൻ കഴിക്കണമെന്ന് ചോദിക്കുക. ഓ, അത് ഇതുവരെയായിട്ട് നീ വിട്ടില്ലായിരുന്നോ? അതെ, ഞാൻ പറഞ്ഞല്ലോ എനിക്ക് നല്ല തലവേദന ഉണ്ടായിരുന്നു. അതൊക്കെ നിങ്ങളുടെ അടവ് അഭ്യാസമല്ലേ? അങ്ങനെയാണ് പിന്നെ നിങ്ങൾ എന്തിനാ കറുത്ത ഡോക്ടറെ പോയി കണ്ടുകൊണ്ടിരിക്കുന്നത്? സൈക്കാട്രിസ്റ്റ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോ ഇന്ദ്രന്റെ മുഖമൊക്കെ അങ്ങോട്ട് മാറി. ഓഹോ, അപ്പൊ നീ അന്വേഷിച്ച് അവിടം വരെ എത്തിയില്ലേ? അതെ, അന്വേഷിച്ച് അറിയേണ്ട കാര്യങ്ങളൊക്കെ അറിഞ്ഞു. നിങ്ങക്ക് നാണമില്ലേ? നിങ്ങളപ്പൊ എന്നെ സ്നേഹിച്ചിട്ടില്ലല്ലേ? നിങ്ങളുടെ കുഞ്ഞ് എന്റെ ഈ വയറ്റി വളരുന്നേ, അതിനെ പോലും നിങ്ങൾ സ്നേഹിച്ചിട്ടില്ല. സാധാരണഗതിയില് എത്രയാന്ന് പറഞ്ഞാലും ഭാര്യ പ്രഗ്നന്റ് ആയി കഴിയുമ്പോ ആ കുഞ്ഞിനോടും ഭാര്യയോടൊരു സ്നേഹം ഉണ്ടാകേണ്ടതാ. നിങ്ങൾക്ക് അതിന്റെ നാലിലൊന്നും പോലും ഇല്ല. ഇന്ന് വരെ നിങ്ങൾ എന്നെ സ്നേഹിച്ചിട്ടുണ്ടോ? അതൊന്നും ഇല്ല. അത് കേട്ടപ്പോ ഇന്ദ്രൻ പറഞ്ഞു, ഇല്ലടി, ഞാൻ നിന്നെ സ്നേഹിച്ചിട്ടില്ല. എന്താ നീ എന്നെ തൂക്കിക്കൊല്ലുമെന്ന് ചോദിക്കണം. അത് കേട്ടപ്പോ ഋതു പറഞ്ഞു, തൂക്കിക്കൊല്ലു എന്തോ അത് എനിക്കറിയില്ല. പക്ഷെ ഉണ്ടല്ലോ, നിങ്ങൾ എന്നെ കൺമുന്നിൽ പോലും കണ്ടുപോയേക്കില്ല. എന്താടി നീ പറഞ്ഞെന്നും പറഞ്ഞോണ്ട് ഋതുവിനെ പിടിച്ചൊരു തള്ളാണ്. അപ്പോഴേക്കുമാണ് അച്ചു അങ്ങോട്ട് കയറി വരുന്നേ. അച്ചു അവിടുത്തെ ഒച്ചപ്പാടും ബഹളവും ഒക്കെ കേട്ടിട്ട് കയറി വന്ന. അങ്ങനെ വരുമ്പത്തേനും ഋതു ഇങ്ങനെ പെട്ടെന്ന് വേച്ച് വീഴാൻ തുടങ്ങുന്ന. അച്ചു ചാടി കയറി പിടിച്ചു. ഈ സമയത്ത് ഋതുവിന്റെ കണ്ണൊക്കെ ഇങ്ങനെ നിറഞ്ഞു വന്നു. അച്ചു ചോദിച്ചു, എന്താ ഋതു, എന്താ സംഭവിച്ചെന്ന് ചോദിക്കാണ്. ഋതു ഒന്നും മിണ്ടിയില്ല. ഋതുവിന്റെ കണ്ണൊക്കെ നിറഞ്ഞൊഴുകി. പിന്നീട് അച്ചു എന്ത് ചെയ്തു, ഋതുവിനെ അങ്ങോട്ട് മാറിപ്പോയിട്ട് പറഞ്ഞു, സത്യം പറ ഋതു, നിങ്ങൾ തമ്മിൽ വഴക്കായിരുന്നോ? കാര്യം എന്താ വെച്ചാൽ എന്നോട് പറ. അച്ഛനല്ലേ തന്നെ ഇന്ദ്രന്റെ കണ്ണെടുത്താ കാണത്തില്ല. എപ്പോഴും ശ്രീഹരി ആണെങ്കിലും എല്ലാരും പറയും ഋതുവിന്റെ കാര്യമൊന്നും നോക്കിക്കോണം അച്ചു. കാരണം അച്ചു ആണ് എപ്പോഴും വീട്ടിലുള്ളത്. ഇന്ദ്രന്റെ സ്വഭാവം എല്ലാവർക്കും നല്ലവണ്ണം അറിയുകയും ചെയ്യാം. ഈ സമയത്ത് അച്ചുവിനെ കെട്ടിപ്പിടിച്ച് ഋതു പൊട്ടിക്കരയുക. പിന്നീടാണ് ആ കാര്യങ്ങൾ പറയുന്നത്. കറുത്ത ഡോക്ടറെ കാണാൻ പോയതും അവന്റെ അസുഖ വിവരങ്ങളൊക്കെ. അതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോ ഭയങ്കര സങ്കടമായിപ്പോയി അച്ചുവിനും. അച്ചു പറഞ്ഞു, ഇതങ്ങനെ വെറുതെ വിടല്ലോ, അവൻ ഞാൻ കാണിച്ചു കൊടുക്കുന്നുണ്ടെന്ന് പറയണ്. ദേ അച്ചു, വേണ്ട, ഒരു പ്രശ്നം ഉണ്ടാക്കാണ്ട് പോണ്ട. അവന്റെ സ്വഭാവം ശരിയല്ല. അവന് പക്ക ഒരു ക്രിമിനലാണോ, സൈക്കോ മൈൻഡ് അവന്. അവൻ എത്ര വലിയ സൈക്കോ ആണെങ്കിലും ഞാൻ കാണിച്ചു കൊടുക്കുന്നുണ്ട്. അതും പറഞ്ഞ് നേരെ ഇന്ദ്രന്റെ അടുത്തേക്ക് വന്നു. അങ്ങനെ മുറിയിലേക്ക് വന്ന അച്ചുവിനെയും ഋതുവിനെയും കണ്ടു കഴിഞ്ഞപ്പത്തിന് ഇന്ദ്രന് നല്ല ദേഷ്യം വരുന്നു. കാരണം വേറൊന്നുമല്ല, പല്ലവി സേതുവിനോടൊപ്പം പോയിരിക്കുന്നത്. സേതുവും പല്ലവും കൂടെ ഒരുമിച്ചാണ് പേപ്പർ വാല്യൂഷൻ ക്യാമ്പിലേക്ക് പോയിരിക്കുന്നത്. അത് ഒട്ടും അങ്ങോട്ട് ഇന്ദ്രന് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ തൊട്ട് ഇന്ദ്രന്റെ മൈൻഡേ മാറിയിരിക്കുമായിരുന്നു. അതിന്റെ ഇടയ്ക്കാണ് അച്ചു വന്ന് ചോദ്യം ചെയ്യുന്നത്. ഇന്ദ്രൻ ഒട്ടും അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. ഇന്ദ്രൻ പറഞ്ഞു, അതെ, കൂടുതൽ ചോദ്യം ചെയ്യാനും കൊണ്ട് ഇങ്ങോട്ടേക്ക് വരണ്ടെന്ന് പറയണം. അത് കേട്ടപ്പോ അച്ചു പറഞ്ഞു, എടാ, നീ ഒരു മാനസിക രോഗിയാന്നുള്ള കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് നേരത്തെ അറിയായിരുന്നടാ. പക്ഷെ അത് മനസ്സിലാക്കാതെ പോയത് ഋതുവാ. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, മേലാലുണ്ടല്ലോ ഋതുവിനെ നേരെ കൈവയ്ക്കൊണ്ട് വന്നാ നിന്നെ ബാക്കി വെച്ചേക്കല്ലെന്ന് പറയണോ. അത് കേട്ടത് ഇന്ദ്രൻ പറഞ്ഞു, നീ എന്ത് ചെയ്യൂടിന്ന് ചോദിച്ചു. എന്ത് ചെയ്യുന്നോ, കാണിച്ചു തരാടാന്ന് പറഞ്ഞോണ്ട് ആ കാരണം തീർത്ത് ഒറ്റ കൂടെ പൊട്ടിക്കണം. ആ സമയം ഇന്ദ്രൻ പറഞ്ഞു, നീ തല്ലുവല്ലേന്ന് ചോദിക്കണം. അത് കേട്ട് കഴിഞ്ഞപ്പോ അച്ചു പറഞ്ഞു, തല്ലുവല്ല, വേണ്ടി വന്നാൽ കൊല്ലുകയും ചെയ്യുമെന്ന് പറയണം. പിന്നീട് ഋതുവിന് പറഞ്ഞു, കൊടുക്ക്, ഇവന്റെ കാരണം പൊട്ടിച്ച് രണ്ടെണ്ണം കൂടി ഇട്ട് കൊടുക്കാൻ പറയണം. കാരണം ഇവന്റെ രണ്ടെണ്ണത്തിന്റെ കുറവുണ്ട്. ഒരു പക്ഷേങ്കില് ഇത്രയൊക്കെ ആയിട്ടെങ്കിലും ഇവൻ നന്നാവൂന്ന് വിചാരിച്ചു. പക്ഷെ എത്ര കിട്ടിയാലും പഠിക്കില്ലെന്ന് പറഞ്ഞ പോലെയായിരുന്നു ഇന്ദ്രന്. ഋതുവിന് നല്ല ദേഷ്യമായിരുന്നു. കാരണം അച്ചു ഉള്ളതുകൊണ്ട് ഋതുവിന് നല്ല ധൈര്യം ഉണ്ടായിരുന്നു. അങ്ങനെ അവർ രണ്ടുപേരും കൂടെ ഇന്ദ്രനെ അവിടെ എടുത്തിട്ട് കുടയുന്നുണ്ട്. ഒടുവില് ഇന്ദ്രന് മനസ്സിലായി ഇവരുടെ മുന്നിൽ പിടിച്ചു വയ്ക്കാൻ പറ്റില്ലെന്ന്. ഇന്ദ്രനെ പുറത്തേക്ക് ദേഷ്യപ്പെട്ട് അങ്ങോട്ട് ഇറങ്ങി പോവാണ്. പിന്നീട് അച്ചു ഋതുവിനെ വിളിച്ചുകൊണ്ട് മുറിയിലേക്ക് പോയിട്ട് പറഞ്ഞു, പേടിക്കൊന്നും വേണ്ട, നീ ധൈര്യമായിട്ടിരിക്കുക. ഇനി ഇപ്പൊ അവന്റെ മുറിയിലേക്ക് പോകുക പോലും വേണ്ട. കാരണം അവൻ ചിലപ്പോ സൈക്കോ മൈൻഡാ. എന്താ ചെയ്യുന്നതെന്ന് പോലും പറയാൻ പറ്റില്ല. ഉപദ്രവിക്കാനും മടിക്കില്ല, ചിലപ്പോ കൊല്ലാൻ പോലും മടിക്കില്ല എന്നൊക്കെ ഋതുവിനോട് പറഞ്ഞു. ഋതുവിനെ സമാധാനിപ്പിക്കുന്നുണ്ട്, പേടിക്കൊന്നും വേണ്ടാന്നും പറഞ്ഞ്. ഇതേ സമയം മസാല ദോശയൊക്കെ വാങ്ങി സേതു മുറിയിലേക്ക് വരുവാണ്. സേതു മുറിയിലേക്ക് വരണ സമയത്ത് അപ്പുറത്തെ മുറിയില് ലക്ഷ്മിയമ്മയുണ്ട്. ഇതൊന്നും സേതു അറിയുന്നുണ്ടായിരുന്നില്ലോ. ലക്ഷ്മിയമ്മ എന്ത് ചെയ്യണം, വേറൊരു നിവൃത്തിയില്ല. ഇനി എങ്ങനെ മുന്നോട്ട് പോകും? തന്റെ കുടുംബം തനിക്ക് നഷ്ടപ്പെട്ടു. നോക്കിയിട്ട് വേറൊരു പോംവഴിയും കാണുന്നില്ല. അവിടെ ഇരുന്ന് ഫ്രൂട്ട്സ് മുറിക്കുന്ന കത്തിയെടുത്തിരുന്ന കൈയുടെ വെയിൻ കട്ട് ചെയ്യുവാണ്. പക്ഷെ ഇതൊന്നും സേതു അറിയുന്നുണ്ടായിരുന്നില്ല. സേതു ഭയങ്കര സന്തോഷത്തോട് കൂടിയിട്ട് മുറിയിലേക്ക് കയറി പോരുകയാണ്. അപ്പോഴേക്കും പല്ലവി ചോദിച്ചു, മസാല ദോശ കിട്ടിയെന്ന് ചോദിച്ചു. കിട്ടിയെന്നൊക്കെ പറയാണ്. ആ സമയം അപ്പുറ മുറിയില് ലക്ഷ്മമ്മ വീണ് കഴിഞ്ഞു. ഇനിയിപ്പോ എന്ത് സംഭവിക്കുന്ന അറിയത്തില്ല. നാളത്തെ ഫുൾ വിശേഷം വന്നു കഴിയുമ്പോൾ അറിയാം. ചിലപ്പോ ഒരു പക്ഷേങ്കില് എങ്ങനെയെങ്കിലും സേതു കണ്ടെത്തുമായിരിക്കും. ലക്ഷ്മിയമ്മയെ രക്ഷിക്കുക തന്നെ ചെയ്യും. അപ്പൊ അതിന്റെ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നോട് നിർത്തുന്നു. നന്ദി.